ഏതൊക്കെ ഒന്നൊന്നായിട്ട് എടുത്ത് പറയണമെന്ന് അറിയില്ല. ബട്ട് എന്നിരുന്നാലും ഒരു സാധാരണക്കാരനെ പോലെ എന്താ പറയുക, പുറം ലോകവുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള സംസ്കാരങ്ങളിലോട്ടും മറ്റുള്ള ഒരു പെർസ്പെക്റ്റീവിലൊക്കെ യാത്ര ചെയ്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു സിറ്റുവേഷനെ തന്നെ പല രൂപത്തിൽ നമുക്ക് കാണാനും വിലയിരുത്താനും അതിലേതാണ് ബെസ്റ്റ് ആണെന്ന് നോക്കി ആ ഒരു ലൈഫിൽ ജീവിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് വലിയൊരു ജീവിതത്തിന് കിട്ടിയ വലിയൊരു മാറ്റം. അതെ, ഇത്രയും രാജ്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് വന്നതിന് ശേഷം തിരിച്ച് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ കേരളത്തിൽ എത്തുമ്പോഴത്തേക്കുള്ളൊരു ചേഞ്ച് എന്താ തോന്നുന്നത്? അല്ല, എപ്പോഴും എന്താ പറയുക, കേരളം വരുമ്പോൾ കേരളത്തിന് അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ നാടായതുകൊണ്ടല്ല, സ്വാഭാവികമായിട്ടും നമ്മൾ ജീവിക്കുന്ന നാടിന് അതിൻ്റേതായിട്ടുള്ള ഒരു സൗന്ദര്യമുണ്ട്. ബട്ട് കേരളം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സൗന്ദര്യമാണ്. കയറി വരുമ്പോൾ തന്നെ ഫുള്ള് ഗ്രീനറി ഉള്ളത് ട്രോപ്പിക്കൽ നാട് കേരളം മാത്രമല്ല, പല രാജ്യങ്ങളിലും നമുക്ക് ട്രോപ്പിക്കൽ വെതറും ക്ലൈമറ്റും അല്ലെങ്കിൽ ആ ഒരു ജോഗ്രഫിക്കലായിട്ടുള്ള ഇതൊക്കെ കാണാൻ സാധിക്കും. ബട്ട് സ്റ്റിൽ കേരളത്തിലെത്തുമ്പോൾ വേറൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ആ ചൂടൊന്ന് കുറഞ്ഞാൽ അത് രസമായിരുന്നു. അത് നമുക്ക് ടീഷർട്ടിൽ കാണാൻ പറ്റും കേരളത്തിൽ കാണുമ്പോൾ തന്നെ കണ്ടില്ലേ, പച്ചപ്പ്, ഹരിതാപകരം അതൊക്കെ. ഇപ്പൊ നമ്മളൊരു രാജ്യത്ത് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ആരെയും പരിചയമില്ല. ഇപ്പൊ നമ്മൾ സോളോ ട്രിപ്പ് പോവാണെങ്കിൽ ഒരാളെയും നമുക്ക് അറിയില്ല. പക്ഷേ ചിലപ്പോൾ ഒരു ലിഫ്റ്റ് ചോദിച്ച് അവരോട് സംസാരിച്ചിട്ടായിരിക്കും, ഇടപെട്ടിട്ടായിരിക്കും, കമ്പനി ആയിട്ടായിരിക്കും അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും ഭക്ഷണം തരുന്നതും താമസ സൗകര്യമൊക്കെ തരുന്നത്. ഇത്രയും പെട്ടെന്ന് ഒരാളായിട്ട് എങ്ങനെയാ കണക്ട് ആവണേ? അല്ല, ബേസിക് നമ്മൾ ഒരു അപരിചിതർ നമ്മളെ കാണുമ്പോൾ പ്രധാനമായിട്ടും അവർക്കുണ്ടാവുന്ന ഒരു ഇതെന്ന് പറയുമ്പോൾ പേടി. നമ്മൾ പൊതുവെ ഒരു അപരിചിതരെ കാണുമ്പോൾ അപ്പോൾ നമ്മൾ ആ പേടി മാറാൻ എങ്ങനെ അവരുടെ അടുത്ത് സംസാരിക്കണം, ഇടപഴകണം എന്ന് ചിന്തിച്ച് അതുപോലെ ഒന്ന് ഇടപഴകിയാൽ അപ്പോൾ പിന്നെ എല്ലാം ഈസിയാണ്. ഒരാൾക്ക് നമ്മളടുത്ത് ഡൗട്ടോ പേടിയോ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് എന്താണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ അവരൊന്നും ചിന്തിക്കില്ല. ഓക്കെ, എനിക്ക് പേടിയില്ല, പുള്ളിക്കാരനെ കണ്ടിട്ട് വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നില്ല, ദെൻ അവർ ഡയറക്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് കൂടെ ചിലവഴിക്കണമെന്ന് തോന്നിയാൽ ചിലപ്പോൾ അവർ ചിലവഴിക്കും. അപ്പോൾ അങ്ങനെ നമ്മളെങ്ങനെ അവരുടെ അടുത്ത് ഇടപഴകും എന്നാണ് ബാക്കിയുള്ള സമയത്തിന് എന്താ പറയുക നിശ്ചയിക്കുന്നത്. ഈ ഫ്രണ്ട്ലി അല്ലാത്ത ആളുകൾ ഉണ്ടാവില്ലേ? ഓരോ രാജ്യം ഓരോ തരത്തിലുള്ള ആളുകളാണല്ലോ. ഒട്ടും ഫ്രണ്ട്ലി അല്ലാത്ത ആളുകൾ തോന്നിയിട്ടുള്ളത് എവിടെയായിരിക്കും? അയ്യോ, ഒട്ടും ഫ്രണ്ട്ലി അല്ലാത്തത് പെട്ടെന്ന് എനിക്ക് ലാസ്റ്റ് ഒരു ഇതിൽ പറഞ്ഞ പോലെ ക്യാമറ ഫ്രണ്ട്ലി അല്ലാത്തത് ആഫ്രിക്കൻസ് ആണ്. ആഫ്രിക്കൻസ് എന്ന് പറയുമ്പം ഒരു ഏകദേശം 54 രാജ്യം ഉണ്ടെങ്കിലും അതിൽ ഒരു പകുതിയിൽ കൂടുതൽ രാജ്യങ്ങളിലുള്ള ആളുകളും ക്യാമറ ഫ്രണ്ട്ലി അല്ല. ബട്ട് അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ക്യാമറ ഫ്രണ്ട്ലിയിൽ ഇവരായിരിക്കും. ഫ്രണ്ട്ലി അല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ വളരെ വെൽക്കമിങ് അല്ലാത്ത ആളുകൾ, ഫ്രണ്ട്ലി അല്ല എന്ന് പറയാൻ പറ്റില്ല, വളരെ വെൽക്കമിങ് അല്ലാത്തത് പാശ്ചാത്യരാണ്. അതിപ്പോൾ യൂറോപ്യൻസ് അല്ലെങ്കിൽ നോർത്ത് അമേരിക്കയിൽ ഞാൻ പോയിട്ടുള്ള നോർത്ത് അമേരിക്കയിൽ കാനഡ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും പോയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ USA ഞാൻ അങ്ങനെ അധികം കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്ത മലയാളികളോടെ തന്നെയാണ്. ബട്ട് എനിക്ക് തോന്നുന്നു യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും അധികം വെൽക്കമിങ് അല്ല. ബട്ട് ദേ ആർ ഫ്രണ്ട്ലി. ആളുകൾക്ക് എപ്പോഴും ഫ്രണ്ട്ലി ആവും, ബട്ട് വെൽക്കമിങ് ആവണമെന്നുള്ളത് അവരുടെ ഒരു നേച്ചർ അനുസരിച്ചിട്ടിരിക്കും. വെൽക്കമിങ് ആയിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ എനിക്കൊന്നു പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ തന്നെയാണ് ലോകത്തിലെ വൺ ഓഫ് ദ വെൽക്കമിങ്. അത് കൂടിപ്പോയ കുറച്ച് രാജ്യങ്ങൾ. അപ്പോൾ എനിക്കൊന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, പിന്നെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ, അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ. എനിക്കൊന്ന് എല്ലാ ഈ രാജ്യത്തിൽ പോകുമ്പോൾ അമ്മമാരെ കിട്ടും. ഭയങ്കര ഒരു കണക്റ്റഡ് ആവുന്ന, ഓർമ്മിക്കുന്ന കുറെ മൊമെന്റ്സ് ഉണ്ടാവാറുണ്ട്. അതൊരു സത്യത്തിൽ കുറെ എക്സ്പീരിയൻസ് തന്നെയാണല്ലോ അമ്മമാരിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ നാട്ടിൽ എവിടെ പോയാലും, നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി പോയാലും ട്രെയിനിൽ ഒരു അമ്മയെ കാണുകയാണെങ്കിൽ അവർ വിളിക്കുന്നത് മകനെ എന്നാണ്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നിട്ട് എനിക്ക് എപ്പോഴും പുറത്തു പോകുമ്പോഴും എനിക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നതും പിന്നെ സാംസ്കാരികമായിട്ട് നമുക്ക് എന്തെങ്കിലും അനുഭവം കിട്ടണമെങ്കിലും ഈ അമ്മമാരിൽ നിന്ന് അല്ലെങ്കിൽ സ്ത്രീകളിൽ നിന്ന്, ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നാണ് കൂടുതൽ സംസ്കാരം കിട്ടുന്നത്, ഒരു ബാച്ചിലർ ബോയെക്കാട്ട്. അപ്പോൾ ഇങ്ങനെ ഫാമിലി ആയിട്ടുള്ള ആളുകളോട് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അവിടെ എത്തുന്നതും. പിന്നെ അവരിൽ നിന്ന് കിട്ടുന്ന സ്നേഹം എന്ന് പറയുമ്പോൾ എപ്പോഴും, അമ്മമാരിൽ നിന്ന് കിട്ടുന്ന സ്നേഹം എന്ന് പറയുമ്പോൾ എപ്പോഴും പ്യുവർ ആയിരിക്കും. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് കൂടുതൽ. ഇതിപ്പം തിരിച്ച് നമ്മൾ അതേ സ്ഥലത്ത് പോകണം, അവരെ ഒന്നും കൂടെ കാണണം എന്നത് കൂടി ഉണ്ടാവില്ലേ? അവർ കാത്തിരിക്കുന്നുണ്ടാവും. അല്ല, ഞാൻ അങ്ങനെ പോവാറുണ്ട്, ഇനിയും പോവും തീർച്ചയായിട്ടും. ഈ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഓരോ രാജ്യത്തും. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അതാണ് ഒരു പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയണത്. ഇപ്പം 2022 അഫ്ഗാനിസ്ഥാൻ യാത്ര തൊട്ട് ഈ കഴിഞ്ഞ ആമസോൺ യാത്ര വരെ നോക്കുകയാണെങ്കിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചു. അതിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. എവിടെയൊക്കെ ലക്ക്, ആരുടെയൊക്കെ പ്രാർത്ഥന കൂടിയുള്ള പോലെ തോന്നിയിട്ടുണ്ടോ? ഞാനിപ്പോൾ ഈ നാട്ടിൽ വന്നപ്പോഴും എനിക്ക് തോന്നിയൊരു സംഭവമാണ്. ആരുടെയൊക്കെ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ പറയാം. ആ പ്രാർത്ഥനകളായിരിക്കാം എനിക്ക് പോസിറ്റിവിറ്റി ആയിട്ട് വന്ന് എന്താ പറയുക ഇങ്ങനെ
നമുക്ക് മരണം കണ്ട് ആ ഒരു ഡയലോഗ് പറയില്ല, മരണം കണ്ട പണ്ട് തിരിച്ചു വരിക. അതെ, ആ ഒരു നിമിഷം വന്നിട്ട് എനിക്ക് തിരിച്ചു പോയത്. കാരണം അത് എനിക്ക് തോന്നുന്നു പല ആളുകളെയും പ്രാർത്ഥനകളാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയുമ്പോൾ നാട്ടിൽ വരുമ്പോഴാണല്ലോ സാധാരണയായിട്ട് നാട്ടിലെ ആളുകളെ കാണുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ യാത്ര ചെയ്യുവാണല്ലോ. അപ്പം നാട്ടിൽ വരുമ്പോഴാണ് ഈ കല്യാണത്തിനൊക്കെ ഞാൻ നാട്ടിൽ പൊതുവെ ഇപ്പം വരുന്നത്, ഞാൻ അധികം വരാറില്ല. വരുന്നത് നാട്ടിൽ എന്തെങ്കിലും കല്യാണം ഉണ്ടാകുമ്പോഴാണ്. ഇപ്പം എൻ്റെ കസിൻസിൻ്റെ കല്യാണം അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഈ വരുമ്പോൾ പ്രായമായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ ഈ കല്യാണത്തിന്, ഇങ്ങനെ ഫാമിലി ഫംഗ്ഷനൊക്കെ. അപ്പോൾ ഓരോ അപരിചിതരായിട്ടുള്ള സ്ത്രീകൾ, അതായത് പ്രായമായിട്ടുള്ള അമ്മമാരും ഉമ്മമാരൊക്കെ വന്നിട്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ പറയും. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ പ്രായമായിട്ടുള്ള പല ആളുകളെയും, പല ഇന്നസെൻ്റ് ആയിട്ടുള്ള എന്നെ വീഡിയോ കണ്ട് സ്നേഹിക്കുന്ന പല ആളുകളുടെയും പ്രാർത്ഥനകളുണ്ട്. അപ്പം ഞാൻ വിശ്വസിക്കുന്നു, ചിലപ്പോൾ തെറ്റായിരിക്കാം, ബട്ട് ഇവരുടെയൊക്കെ പ്രാർത്ഥനകളായിരിക്കണം എൻ്റെ കുറേ പല നിമിഷങ്ങളും പെട്ടെന്ന് എന്താ പറയുക, ഇങ്ങനെ മരിച്ചു പോകേണ്ട നിമിഷങ്ങൾ പെട്ടെന്ന് മരിക്കാതെ പോയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്ര അപകടങ്ങൾ സംഭവിച്ചിട്ട് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തത് ഒരു മൂമെന്റ് ഉണ്ടോ? തിരിച്ച് ഞാൻ വന്നു. അല്ല, കുറേ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊന്ന് സുഡാനിലെ കുറച്ച് അനുഭവങ്ങൾ ഞാൻ യുദ്ധ സമയത്ത്, ബട്ട് ഇപ്പോൾ ലാസ്റ്റ് പെട്ടെന്ന് നോക്കുമ്പോൾ ആമസോണിലെ ഒരു അനുഭവം എനിക്ക് തോന്നുന്നു അത് വളരെ മിറാക്കുലസ് ആയിട്ട് ഞാൻ യെസ്, ഇറ്റ് വാസ് എ മിറാക്കുലസ്. എനിക്ക് തോന്നുന്നു ആമസോണിന്റെ വാർത്ത വരുന്ന സമയത്ത് ഒരു 1 month മുമ്പാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണാനില്ല എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ആദ്യം വരുന്നത്. പിന്നെ ഒരുപാട് യൂട്യൂബ് വീഡിയോസിൽ കണ്ടു ഇതൊരു ഫേക്ക് ന്യൂസ് ആണ്, റീച്ചിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു. ശരിക്കും അതിന്റെ സത്യാവസ്ഥ എന്തായിരുന്നു ആമസോണിൽ? AI വെച്ച് എല്ലാം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് എൻ്റെ തകർന്നതിന് ബോട്ട്, അതിൻ്റെ പിക്ചേഴ്സ് അല്ലെങ്കിൽ വീഡിയോസ് AI ആണെന്ന് വാദിക്കാം. ബട്ട് അങ്ങനെയല്ല അധികം ആളുകളുടെ ഇതായിരുന്നത്. പ്ലാൻഡ് ആണോ, എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന്? അത് ഞാൻ ആക്സിഡൻറ്റ് വന്നിട്ട് ഞാൻ കുറച്ച് ദിവസം ഓഫ്ലൈനായിരുന്നു. കാരണം എൻ്റെ ഫോണില്ലായിരുന്നു, എൻ്റെ ക്യാമറാസ് എല്ലാം പോയായിരുന്നു. അപ്പം ഇതിന് ഉള്ള സമയത്ത് ഞാൻ ഒന്നും പോസ്റ്റ് ചെയ്തില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഒരു എന്താ പറയുക, ആമസോൺ എന്ന് പറയുമ്പോൾ ഇതാരും ചെയ്തിട്ടില്ലല്ലോ, അതെനിക്കും അറിയാമല്ലോ, ഇത്രയും വലിയൊരു സംഭവം സെറ്റപ്പ് ആണെന്ന് അറിയാലോ. അപ്പൊ ഞാനൊരു ഷെഡ്യൂൾഡ് പോസ്റ്റ് ഇട്ടു, മനസ്സിലായില്ലേ? അപ്പൊ ഇത് ആക്സിഡന്റ് നടന്നു ആ സമയത്ത് ഞാൻ ഇതെല്ലാം പോയി, ഫോണൊന്നും ഇല്ല, അപ്പൊ ഞാൻ ഓൺലൈനിലില്ല. അപ്പൊ ഈ ആക്സിഡന്റ് നടന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഷെഡ്യൂൾഡ് പോസ്റ്റ് വന്നു. അപ്പൊ പിന്നെ ആളുകൾക്ക് കൂടുതൽ ഭീതി വന്നു, പിന്നെ വീണ്ടും കാണാനില്ല. അപ്പൊ പിന്നെ ചില ആളുകൾക്ക് എന്താ പറയാ, ഞാൻ മനഃപൂർവ്വമാണെന്ന് തോന്നി, ചില ആളുകൾ അല്ലാതെ. അപ്പം അങ്ങനെ കാരണം ഇപ്പം നമ്മുടെ നാട്ടില് ഏതൊരു സൂപ്പർ ശരണ്യോ ഏതോ ഒരു പെൺകുട്ടി മലയിൽ പോയിട്ട് കാണാതെ പോയല്ലോ, കാണാതെ പോയി വന്നു. അപ്പൊ പുള്ളിക്കാരി സോഷ്യൽ മീഡിയയിൽ ഒന്നും ഇല്ല, പുള്ളിക്കാരിക്ക് ആകെ ഉള്ളത് ഒരു പ്രൈവറ്റ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്. അപ്പൊ പുള്ളിക്കാരിക്കെതിരെ ഇങ്ങനെ സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പുള്ളിക്കാരി ഫെയിമിന് വേണ്ടിയാണ്, ബട്ട് സ്റ്റിൽ പുള്ളിക്കാരി വേറെ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയല്ല. അപ്പം എനിക്ക് വന്നത് വളരെ സാധാരണമാണ്. ഇത്രയും സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്നു, അപ്പം ഞാനിത് ഫേക്കാണെന്ന് അല്ല ഫെയിമിന് വേണ്ടിയാണെന്ന് പറയുന്നത് എനിക്കൊന്ന് അത് സാധാരണമാണ് ഈ കാണുന്ന നാട്ടിൽ. എനിക്കൊന്ന് കമന്റ്സ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ചത്, ഇത്രയും ട്രാവൽ ചെയ്ത് എക്സ്പീരിയൻസ് ഒരാൾ ഈ ആമസോണിലെ ഈ ഒരു വലിയൊരു നദിയിൽ വഞ്ചി ഉണ്ടാക്കി യാത്ര ചെയ്യാനുള്ള ഒരു ധൈര്യം, അതെന്തുകൊണ്ടാ? ധൈര്യം പണ്ടോട്ടേ ഉണ്ട്, ബട്ട് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ധൈര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ ചെയ്യാത്തത്. ഞാൻ ആമസോൺ ഭാഗത്ത് എത്തിയിട്ട് ഒരു മാസം ഏകദേശം ആയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പൊ അപ്രതീക്ഷമായിട്ട് ഈ 2 പേരെ കണ്ടു, ഒരാളെ കണ്ടു. അപ്പൊ ഞാനിങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എക്വഡോർ എന്ന് പറയുന്ന രാജ്യത്ത് പോവേണ്ടതാണ്. അപ്പൊ ബോർഡറിലാണ് നിൽക്കുന്നത്. അപ്പൊ എക്വഡോറിൽ നിന്ന് പെറുവിലോട്ട് വന്ന ഒരു പയ്യനെ ഞാൻ കണ്ടെത്തി, നെതർലാൻഡുകാരൻ. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, നീ എൻ്റെ കൂടെ വരുന്നോ? അപ്പൊ അവന് വലിയ ഡൗട്ടാണ്, അൺഷുവറാണ്. അപ്പൊ പിന്നെ വേറൊരു എക്വഡോറുകാരൻ വന്നു. അപ്പൊ ഞാൻ ഇവരെ 2 പേരെ ഇങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കൺവിൻസ് ചെയ്ത് അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഓക്കെ പറഞ്ഞപ്പോൾ ഞാൻ എക്വഡോർ പോയി തിരിച്ചു വന്നു. ഞാൻ പിന്നെ ഇവരുമായിട്ട് ഇതുണ്ടാക്കാൻ തുടങ്ങി. ഇത് എനിക്ക് മുന്നേ പോകണമെന്നുണ്ട്, ബട്ട് ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമല്ല. കാരണം പ്രധാനമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഭയക്കുന്ന 2 കാര്യങ്ങൾ, ഒന്ന് പാമ്പ്, ഒന്ന് വെള്ളമാണ്. ഈ 2 ഉള്ള സ്ഥലത്തൂടെയാണ് യാത്ര ചെയ്യുന്നത്. പിന്നെ ഒരാളും കൂടെ കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്, മനോധൈര്യം. അപ്പൊ അതിന്റെ പേരിൽ പിന്നെ ഞാൻ യാത്രക്ക് ഇറങ്ങിയതാണ്. ഈ ആമസോൺ ഉൾക്കാടുകൾ എന്ന് പറഞ്ഞാൽ ഇന്നും ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉള്ളതാ. ശരിക്കും എന്താണ്, എപ്പോഴെങ്കിലും 1 time പോകണം, ഈ ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടായിരുന്നു. അവിടെ എത്തിയ സമയത്ത് നമ്മൾ മനസ്സിൽ വിചാരിച്ചതും റിയാലിറ്റിയും എങ്ങനെയാ തോന്നിയിട്ടുള്ളത്? ഇന്റീരിയറിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ട്. ബട്ട് നമ്മൾ മലയാളി, നമ്മൾ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ നിന്ന് പോകുന്ന ഒരു വ്യക്തിക്ക് ആമസോൺ കാട് പെട്ടെന്ന് കാണുമ്പോൾ ഒമ്പൂന്ന് പറഞ്ഞ് ഉള്ള ചിന്തയൊന്നും വരില്ല. ഇപ്പം ഒരു യൂറോപ്പ് എന്ന് പറയുന്ന രാജ്യത്തു നിന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഡെസേർട്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും നോർത്ത് ആഫ്രിക്കൻസോ അല്ലെങ്കിൽ നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ആരെങ്കിലും ഒക്കെ പെട്ടെന്ന് പോവുകയാണ്, ആമസോൺ കാണുമ്പോൾ അവർക്കൊരു കുളിർമയും അല്ലെങ്കിൽ എന്നൊക്കെ തോന്നും. ട്രോപ്പിക്കലിൽ നിന്ന് പോകുന്ന ഒരു മലയാളിക്ക് ആമസോൺ പോയിട്ട് ഭയങ്കര
അമ്പരക്കാനൊന്നുമില്ല. അതേസമയം അമ്പരക്കാനുള്ളതുണ്ട് ചില പ്രത്യേകമായിട്ടുള്ള പാമ്പുകൾ, പ്രത്യേകമായിട്ടുള്ള ചില എന്താ പറയുക ജീവികൾ, അല്ലെങ്കിൽ പിന്നെ വളരെ ഇൻറ്റീരിയർ ആയിട്ട് പോകുമ്പോൾ ഈ ട്രൈബൽസിൻ്റെ കൂടെയൊക്കെ അവിടുത്തെ ഇൻഡീജിയനസ് ആയിട്ട്, ട്രൈബൽസ് എന്ന് പറയുന്നതിനെക്കാട്ടി അവർ ഇൻഡീജിയനസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻഡീജിയനസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിൻ്റെ കൂടെ പോയിട്ട് അവരുടെ എക്സ്പീരിയൻസ് അതാണ് നമുക്ക് വൗവെന്നാക്കുന്നത്. അല്ല ജോഗ്രഫിക്കലായിട്ട് ആമസോൺ റെയിൻ ഫോറസ്റ്റ് നമ്മുടെ ഇവിടെയുള്ള വെസ്റ്റേൺ ഗട്ട്സും വ്യത്യാസം ഇല്ല എന്നല്ല, വളരെ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും നമുക്ക് പെട്ടെന്ന് വൗവാക്കില്ല. അതേസമയം അവിടെ ഉള്ള ആളുകൾ, മറ്റു ജീവിത രീതി, അതൊക്കെയാണ് നമുക്ക് കൂടുതൽ എന്താ പറയുക ഒരു വൗവാക്കുന്നത്.